ബാക്കി വരുന്ന അതായത് രാവിലെ ഉണ്ടാക്കി ബാക്കി വരുന്ന ഇടിയപ്പം വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു പുലാവ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ആവശ്യാനുസരണം എണ്ണ ആഡ് ചെയ്യുക. എണ്ണ എന്ന് പറയുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സ്വല്പം കടുക് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് വറ്റൽ മുളകും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ അതിനകത്ത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിലൊന്ന് ഇളക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമുക്കിനി തക്കാളിയൊക്കെ ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം, അതായത് വറ്റൽ മുളക്, കറിവേപ്പില, പച്ചമുളക്, സവാള, പിന്നെന്താണ് ഇഞ്ചി, ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ തക്കാളിയും ആഡ് ചെയ്തു. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് പാത്രം വെച്ചൊന്ന് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക, ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ടത് നല്ല രീതിക്കൊന്ന് വഴണ്ട് അല്ലെങ്കിൽ ഒന്ന് വഴറ്റി ഒന്ന് എടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മുട്ട വേണ്ടവർക്ക് മുട്ട ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഞാനും അമ്മയും കൂടെ ഇവിടെ മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ. മുട്ടയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള രീതിയിൽ അങ്ങ് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ ഈ ഒരു ഇടിയപ്പം പൊടിച്ചത് നമ്മൾ ഇതുപോലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പുലാവ് പോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് സേമിയയൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അത് ഞങ്ങൾ നേരത്തെ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാട്ടോ സേമിയയുടെയും പുലാവ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് വേറൊരു ടേസ്റ്റാണ്. ആ ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്കൊക്കെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു സന്തോഷമാവും, നമുക്കും ഒരു സന്തോഷമാവും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ.